ഗൈസ്, അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഞങ്ങളൊരു അമ്പലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന, അതായത് മാസത്തിൽ ഇടയ്ക്കൊന്ന് പോകുന്നൊരു അമ്പലമാണ് ഇത്. നമ്മൾ ഇളവള്ളി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും പോവാറുണ്ട്. ഇപ്പോൾ അടുത്ത് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പോവാറില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു അവിടെ എത്തി വഴിപാട് കൗണ്ടറിൽ നിൽക്കുകയാണ് കേട്ടോ, ഞാനും അമ്മയും കൂടെ. അങ്ങനെ ഞങ്ങളിത് അവിടെ തൊഴുതു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഭക്ഷണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ശിവ് കരഞ്ഞത്. അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ എന്തെങ്കിലും കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ കുട്ടു ഇങ്ങനെ മറ്റേ അക്ഷരമാലകളൊക്കെ എഴുതിയിട്ടില്ലേ, അങ്ങനത്തെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് കൊണ്ടുവന്നു. പിന്നെ അത് പോരാന്ന് പറഞ്ഞിട്ട് ഡോളിന് വേണമെന്ന് പറഞ്ഞ് അമ്മ വീണ്ടും പോയിട്ട് ഡോളിനെ മേടിച്ചുകൊണ്ടുവന്നു. ഞങ്ങൾ അതിന് നേരെ ഭക്ഷണം കഴിക്കാൻ കയറി. പിന്നെ ഞങ്ങൾ നേരെ അമ്മേനെയും ശിവനും വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു റെൻ്റൽ ജ്വല്ലറി നോക്കാൻ വേണ്ടിയിട്ട് വരണമായിരുന്നു. നമ്മുടെ തൃശ്ശൂർ സിറ്റി സെൻറ്ററിൽ അമോഹ ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അടിപൊളി കളക്ഷൻ ഉണ്ട്. നമുക്ക് കല്യാണം അല്ലാന്നുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റ് എന്ത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് അവിടെ പോയിട്ട് റെൻറ്റിന് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണമെന്നില്ലല്ലോ, പിന്നീട് യൂസ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ റെൻറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നല്ല കളക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ മോർണിംഗിന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ചോക്കറും ഇങ്ങനൊരു ഹാങ്ങിങ്സാണ് എടുത്തത്. പിന്നെ ഞാൻ വൈകുന്നേരത്തിന് റിസപ്ഷന് വേണ്ടിയിട്ട് ഈ ഒരു മാലയും ഒരു നെക്ലേസ് അതാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി. അപ്പോൾ എൻ്റെ വല്യച്ഛൻ്റെ മോൻ വന്നു. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം നേരെ കല്യാണ വീട്ടിലെത്തിയിട്ടാണ്. കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാനും അമ്മയും വിജിയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരെ കല്യാണം എന്ന് എല്ലാവർക്കും അറിയാലോ. കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏട്ടത്തിയുടെ, അതായത് കുട്ടുവിൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. തലേദിവസം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടുവാണെന്നുണ്ടെങ്കിൽ മൈക്ക് എടുത്തിട്ട് അപ്പം തുടങ്ങി വർത്താനാണ്. അപ്പോൾ എല്ലാവരെയും കൊണ്ട് പാട്ട് പാടിപ്പിക്കുക, സംസാരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു പരിപാടികൾ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു കല്യാണം. അത് ഞങ്ങളുടെ ചേച്ചി തന്നെയാണ്. അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമായി ഞങ്ങൾ തൃപ്രയാർ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട് ചാഴൂരാണ് കേട്ടോ, തൃശ്ശൂർ ചാഴൂരാണ്. ഞങ്ങൾ തൃപ്രയാർ റൂം എടുത്തു. കാരണം ഞങ്ങൾക്ക് തലേദിവസം വന്ന് ലേറ്റ് ആവുമെന്ന് അറിയാം എന്തായാലും ചേച്ചിയോടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും ആൾ. ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിട്ട് നിന്നിട്ട് നമുക്ക് എന്താ പറയുക, ഭയങ്കര രസമായിട്ട് ആൾ ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മുടെ സ്കിൻ ടോണിനൊന്നും മാറാണ്ട് പെർഫെക്റ്റായിട്ട് ആൾ ചെയ്യും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മൾ റൂം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്കൊരു 30 കിലോമീറ്റർ 35 കിലോമീറ്റർ അങ്ങോട്ട് നമുക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തലേദിവസം തിരിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ രാവിലെ വീണ്ടും അങ്ങോട്ട് പോകണം. പിന്നെ വടക്കുന്നാഥനിലാണ് കിട്ടുക. അപ്പോൾ അങ്ങോട്ട് കുറേ ദൂരമുണ്ട്. അപ്പോൾ അതിലും ഭേദം നമുക്ക് ചേച്ചിയുടെ വീടിന് കുറച്ച് ഉണ്ട്, എന്നാലും കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 കിലോമീറ്റർ അടുത്താണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വല്യച്ഛൻ്റെ മോനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതായത് ഒരു ഹാള് 2 റൂം പിന്നെ ഒരു കിച്ചൺ അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ കുറച്ച് മുല്ലപ്പൂവാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അവർ കറക്റ്റായിട്ട് ടൈമിനെത്തി എനിക്ക് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് മാത്രമല്ല കേട്ടോ, വിജിക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ആൾ നല്ല കംഫർട്ടായിട്ട് നമുക്ക് നിൽക്കാം, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. നിങ്ങൾ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ പറയുക, അത് പറഞ്ഞാലും തീരില്ല, കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അത് വിജിയുടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വിജിയും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള പ്രത്യേകത വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് നെറ്റി കൂടുതലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കുറച്ച് ഇതായി നിൽക്കണ മാതിരി ഞങ്ങൾക്ക് മുടിയൊന്നിങ്ങനെ പൊക്കി വെക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിൽക്കുകയാണ് കേട്ടോ. ലിഫ്റ്റിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ശിവു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറുമ്പത്തിയായിട്ട് നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അടുത്ത അവൾ ഓടിയിട്ട് വീണിട്ടുണ്ടായിരുന്നു. ഓടണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അവളുടെ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലേക്ക് ഇങ്ങനെ ആഞ്ഞുകൊണ്ടുള്ള ഓട്ടമാണ്. അപ്പോൾ ഓട്ടത്തിൽ അവൾ ജസ്റ്റ് ഒന്ന് വീണു, മൂക്കുമൊക്കെ പൊട്ടി ആകെ ചോര ഒക്കെ വന്ന ആകെ സീനായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ പാവാടയും കൂടിയാണ് ഇട്ടിട്ടുള്ളത്. അത് കാരണം കൊണ്ട് അവളിങ്ങനെ എന്താ പറയുക പിടിച്ചുകൊണ്ട് നടക്കുകയാണ്, ഓടിയിട്ട് ഇനി വീഴണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങളിത് വടക്കുന്നാഥനിൽ എത്തിയിട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് വടക്കുന്നാഥനിൽ കയറണത്. തൃശ്ശൂരാണ് ഞാൻ ജനിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ വടക്കുന്നാഥൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടാണ്.
ഞങ്ങൾ റൂമിൽ നിന്ന് ഓടിപ്പടഞ്ഞാണ് കേട്ടോ എത്തിയത്. അപ്പോഴേക്കും ചെക്കനും പെണ്ണൊക്കെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താലമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെക്കനും പെണ്ണോടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കയറ്റാൻ വേണ്ടിയിട്ട് താലം എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ്. താലം അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മയും അവരെല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും പിന്നെ കുറച്ച് കസിൻസ് എല്ലാവരും കൂടിയിട്ടാണ് താലം പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചേച്ചിയും ചേട്ടനും കൂടിയിട്ട് അങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എൻ്റെ സാരീനെ പറ്റിയിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാരീനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. അതായത് എൻ്റെ ബിസിനസ് വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി വേണ്ടവർ കേട്ടോ. സാരി വേണം എന്നുള്ളവർ, അതുപോലെ ചേച്ചിയുടെ സാരി ആയാലും വേണം എന്നുള്ളവർ എന്നെ മെസ്സേജ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ വെച്ചു ചേച്ചി ചാട്ടും ചേച്ചി കയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക, ചെക്കൻ്റെ വീട് പാലക്കാടായ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് ചേച്ചി ചേട്ടൻ്റെ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങും. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോകണം, ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം. അത് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റായിട്ട് വേണം പോകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 3:15 ആകുമ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പരിപാടി. അപ്പോൾ നമ്മൾ കാറിൽ തന്നെയാണ് കേട്ടോ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി മൊത്തം ഞങ്ങളുടെ ഒരു റോല് വന്നു. അങ്ങനെ അതേ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയിട്ടാണ്. അപ്പോൾ എല്ലാവരും റിസപ്ഷന് പോകണില്ല, കുറച്ച് പേരെ പോകണുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കാറിൽ തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഷോ ആയിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശിവ വന്നിട്ട് അമ്മ എന്നെ നോക്ക് എന്നെ എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് റിസപ്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെയാണ് പോണത്. അപ്പോൾ റിസപ്ഷൻ വരുന്നത്, ചെക്കൻ്റെ വീട് വരുന്നത് പാലക്കാടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ചേച്ചിയുടെ കോസ്റ്റ്യൂം നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് ആയാലും എനിക്ക് മുമ്പ് ചെയ്തു തരാറുള്ള ടിഫി എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ മേക്കപ്പ് ചെയ്തത്. നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ചേച്ചിനാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഷരാറ ചെയ്ത് വിജിയാണ് കേട്ടോ, നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. നൈറ്റ് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുളത്തിലേക്ക് തുണികളൊക്കെ എടുത്തിട്ട് ഒന്ന് കുളിക്കാം അലക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ പോവും. അപ്പോൾ അന്നത്തെ ദിവസം കുളത്തിലൊക്കെ ഒന്ന് പോയി കുളിച്ച് ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വീട്ടിലേക്ക് പോവാം നല്ല പ്ലാനിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുളത്തിൽ നിന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. അച്ഛനോട് പറഞ്ഞു കുറച്ച് ചിരട്ട വേണം ഞങ്ങൾക്ക് അഞ്ഞിനെയും കുഞ്ഞിനെ വെച്ച് കളിക്കാനാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചിരട്ടയൊക്കെ ഒപ്പിച്ച് തന്നു. കളിയൊക്കെ കഴിഞ്ഞൊരു സന്ധ്യ ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടാണ്. നമ്മുടെ തൃശ്ശൂരുള്ള ഓഹോ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങളൊരു റീല് കണ്ടിട്ടാണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് പോകാൻ പോണത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് പോയിരിക്കാം, ഒന്ന് വൈബായിട്ടിരിക്കാം, വല്ല കോഫിയോ വല്ല ജ്യൂസോ അങ്ങനെയൊക്കെ കഴിക്കാം. അങ്ങനത്തെ ഒരു സ്ഥലം എന്താ വെച്ചാൽ മാലബൾബൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ അത്യാവശ്യം തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ വേറെ ആക്ടിവിറ്റീസിനുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ രീതിയിലൊരു ഊഞ്ഞാലുണ്ട്, പക്ഷെ അതും ഇരുന്ന് മര്യാദയ്ക്ക് ആടാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ശിവന് എന്തെങ്കിലും ടോയ്സ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിജി കയറിയത്. പക്ഷെ അവിടെ ഉള്ള ടോയ്സൊക്കെ ശിവനുണ്ട്. അപ്പോൾ അതൊന്നൊരു പമ്പരം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനും വലിയച്ഛനും മോനുണ്ട്, അവനും പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡായ കാരണം കൊണ്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ കറങ്ങിക്കോളുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി. ശിവും കുട്ടുവും ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് നടക്കാമെന്ന് വെച്ചാൽ ഒരു പാലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഊഞ്ഞാൽ കയറിയപ്പോൾ വിജി പറഞ്ഞു ഇതിൽ ഇരിക്കാൻ പറ്റണില്ലേ, വലിയ കാര്യമില്ല പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ആടാൻ പറ്റണില്ലേ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് കയറിയിരുന്ന് നോക്കാൻ. അപ്പോൾ ആടാനൊന്നും പറ്റണില്ല, ഒരു സൈഡിലേക്ക് പോവാണ്. അങ്ങനെ ഈ പാലം കണ്ടോ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.